നമസ്കാരം. എല്ലാവർക്കും ഗൂഗുലമലയിലേക്ക് സ്വാഗതം. ഏതൊരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പും ഈ ഒരു മന്ത്രം 3 പ്രാവശ്യം ജപിച്ചിട്ട് ആ മന്ത്രജപം ആരംഭിക്കുകയാണെങ്കിൽ ഫലം ഇരട്ടിയാകുമെന്നാണ് പറയുന്നത്. ഇത്രയും അത്ഭുതകരമായ, ഇത്രയും പ്രയോജനകരമായ ഈ മന്ത്രം എങ്ങനെയാണ് ഉദ്ഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. സാർവത്രിക മന്ത്രം എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പിന്നിലെ കഥ കോപത്തിൻ്റെയും അസൂയയുടെയും കാമത്തിൻ്റെയും ക്ഷമയുടെയും സമ്പന്നതയുടെയും കഥയാണ്. പുരാതന കാലത്ത് വിശ്വാമിത്രനും സൈന്യവും വസിഷ്ഠമുനിയെ സന്ദർശിച്ചപ്പോൾ ആഗ്രഹം നിറവേറ്റുന്ന ഒരു പശുവിനെ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ കണ്ടു. പോരാൻ നേരം വിശ്വാമിത്രൻ പശുവിനെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. എന്നാൽ വസിഷ്ഠമുനി വിസമ്മതം അറിയിച്ചു. ഇത് വിശ്വാമിത്രനെ വളരെയധികം ചൊടിപ്പിച്ചു. തൻ്റെ ആത്മീയ ശക്തികൾ മുനിയെ മറികടക്കുന്നതുവരെ തപസ്സും ധ്യാനവും ചെയ്യുമെന്നും പ്രതിജ്ഞയെടുത്തു. ഓരോ തവണയും വിശ്വാമിത്രൻ താൻ വിജയത്തിനടുത്താണെന്ന് വിശ്വസിച്ചു. എന്നിരുന്നാലും അഹംഭാവത്തിൻ്റെ മറ്റൊരു പരീക്ഷണത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവസാനം വിശ്വാമിത്രൻ തൻ്റെ പോരായ്മകൾ തിരിച്ചറിയുകയും വസിഷ്ഠനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് സ്വയമേയുള്ള സമാധി അനുഭവപ്പെടുകയും ദേവന്മാർ ഗായത്രിയുടെ വാക്കുകൾ അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. യോഗാസനത്തിലെ വസിഷ്ഠാസനവും വിശ്വാമിത്രാസനവും ഋഷിമാർ ഇന്നും ചെയ്യുന്നുണ്ട്. ഗായത്രിയുടെ ഏറ്റവും പഴയ ഉറവിടമായ ഋഗ്വേദത്തിൻ്റെ രചയിതാക്കളിൽ ഒരാളാണ് വിശ്വാമിത്രൻ. സമർപ്പണത്തോടെ പരിശീലിക്കുന്ന ഏതൊരാൾക്കും പ്രബുദ്ധത സാധ്യമാണെന്നും അദ്ദേഹത്തിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിന്നുമുള്ള ആളുകൾക്ക് അനുയോജ്യമായ ഒരു പരിശീലനമായി ഗായത്രി ശുപാർശ ചെയ്യപ്പെടുന്നു. ദൈവികമായ പ്രകാശം പ്രദാനം ചെയ്യുന്ന പരിവർത്തനം, ആന്തരിക വളർച്ച, സ്വയം തിരിച്ചറിവ് എന്നിവയുടെ ശക്തികളോടുള്ള നന്ദിയുടെയും സ്തുതിയുടെയും പ്രകടനമാണ് ഈ മന്ത്രം. ഈ ആത്മീയ വെളിച്ചത്തിൽ ധ്യാനിക്കുന്നത് ഹൃദയചക്രത്തെ ശുദ്ധീകരിക്കുകയും സ്നേഹം, ജ്ഞാനം, ആനന്ദം എന്നിവയുടെ ഉയർന്ന സ്പന്ദനങ്ങൾ സ്വീകരിക്കുന്നതിനായി അത് തുറക്കുകയും ചെയ്യുന്നു. ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെങ്കിലും രാവിലെയും രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. മന്ത്രം ജപിക്കുമ്പോൾ ഓരോ വാക്കിലും മനസ്സ് കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ തലയിലും നെഞ്ചിലും പവിത്രമായ ശബ്ദത്തിൻ്റെ ആ വൈബ്രേഷൻ അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. മന്ത്രം വായിക്കാൻ ആദ്യം നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് തന്നെ ഇരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഒടുവിൽ അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ കണ്ണുകൾ അടച്ച് അത് പരിശീലിക്കണം. നിശബ്ദമായി മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശക്തിയുള്ളതായിരിക്കും. സൂര്യപ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നതുപോലെയും ലോകത്തെ അനുഗ്രഹിക്കുന്നതായും പുറത്തേക്ക് പ്രസരിക്കുന്നതായും നിങ്ങൾ ദൃശ്യവൽക്കരിക്കണം. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് തടസ്സമുണ്ടാകാത്ത ശാന്തമായ സ്ഥലത്ത് സുഖമായി ഇരുന്ന് വേണം ഈ മന്ത്രം ജപിക്കുവാൻ. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് കുറച്ച് സാവധാനത്തിൽ ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിൽ പ്രവേശിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മന്ത്രം ഉച്ചത്തിൽ പറയുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുടരുമ്പോഴും നിങ്ങൾ അത് പതുക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. 2 തവണ ഇത് ആവർത്തിക്കുക. നിങ്ങളുടെ തലയിൽ നിശബ്ദമായി 3-ാം തവണയും ഇത് ആവർത്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം മന്ത്രം ആവർത്തിക്കുന്നത് തുടരുക. നിങ്ങൾ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഹൃദയത്തിലും മന്ത്രത്തിൻ്റെ സ്വാധീനം അനുഭവിക്കാൻ കുറച്ച് ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. അതായത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഊർജത്തിൻ്റെ പോസിറ്റീവ് പ്രവാഹങ്ങൾ ഒഴുകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വരെ ദിവസവും ഈ മന്ത്രം ആവർത്തിക്കുന്നത് തുടരുക. ഇനി മന്ത്രം ഏതാണെന്നല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഗായത്രി മന്ത്രമാണത്. ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. മന്ത്രങ്ങളുടെ മാതാവായാണ് ഗായത്രി മന്ത്രം അറിയപ്പെടുന്നത്. ഏത് മന്ത്രം ജപിക്കുന്നതിന് മുമ്പും ഗായത്രി മന്ത്രം 3 പ്രാവശ്യം ജപിച്ചതിന് ശേഷം നിങ്ങൾ ആ മന്ത്രം ജപിച്ചാൽ അതിന് ശക്തി വളരെയധികം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ഗായത്രി മന്ത്രത്തിൽ 24 വാക്കുകളാണുള്ളത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളാണുള്ളത്. രാമായണത്തിലെ ഓരോ 1000-ാമത്തെ ശ്ലോകത്തിലും
ആദ്യത്തേത് ഗായത്രി മന്ത്രത്തിൻ്റെ അക്ഷരങ്ങളാണ്. ഗായത്രി മന്ത്രത്തിൽ 24 എണ്ണം ആണുള്ളത്. അപ്പോൾ ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരങ്ങൾ രാമായണത്തിലെ 1000-ാമത്തെ ശ്ലോകങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതായത് 24,000 ശ്ലോകങ്ങളിൽ നിന്നും 24 വാക്കുകൾ. ഒരു രാമായണം മുഴുവനും പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു ഗായത്രി മന്ത്ര ജപം. ഇനി ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. ഓം എന്നാൽ ആദിമ ശബ്ദമാണ്. ഭൂർ എന്നാൽ മനുഷ്യ ശരീരം, ഭൂമി, ഭൗതിക മണ്ഡലം, അസ്തിത്വം. ഭുവ ജീവശക്തികൾ, സ്വർഗം, ബോധം എന്നിങ്ങനെയാകുന്നു. സുവ ആത്മാവ്, ആന്തരിക സ്ഥലം, ആത്മീയ മണ്ഡലം, ആനന്ദം. തത് എന്നാൽ അത് എന്നാകുന്നു. സവിതൂർ എന്നാൽ സൂര്യൻ, സൗരശക്തികൾ. വരേണ്യം എന്നാൽ തിരഞ്ഞെടുക്കാൻ, മികച്ചത്, ആരാധിക്കുക എന്നിങ്ങനെയാകുന്നു അർത്ഥം. ഭർഗോ പ്രകാശം, സ്വയപ്രകാശം, ദിവ്യപ്രകാശം എന്നിങ്ങനെയും ആകുന്നു. ദേവസ്യ എന്നതിൻ്റെ അർത്ഥം ദിവ്യ, ശോഭയുള്ള ഇങ്ങനെയാകുന്നു. ധീമഹി ബുദ്ധി, യോ ഏത്. നഹ് എന്നാൽ ഞങ്ങളുടെ, പ്രചോദയാത് എന്നാൽ പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുക. ഇനി 24 ലെറ്റേഴ്സ് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗായത്രി മന്ത്രത്തിൽ തത്, സ, വി, തുർ, വ, രേ, നി, യം, ഭർ, ഗോ, ദേ, വ, സ്യ, ദി, മ, ഹി, ദി, യോ, യോ, ന, പ്രേ, ചോ എന്നിങ്ങനെ 24 അക്ഷരങ്ങളാണ് ഉള്ളത്. ഗായത്രി മന്ത്രത്തിൻ്റെ പൊതുവായ അർത്ഥം ഇങ്ങനെയാകുന്നു. അമ്മേ, അങ്ങയുടെ ശുദ്ധമായ ദിവ്യപ്രകാശം ഞങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളെയും, അതായത് ശാരീരികവും മാനസികവും ആത്മീയവുമായ മണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇരുട്ടിനെ അകറ്റുകയും യഥാർത്ഥ അറിവ് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട മന്ത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ഗായത്രി മന്ത്രം. വളർന്നു വരുന്ന തലമുറയ്ക്ക് ബുദ്ധിക്ക് പ്രകാശമേകാനും അവരെ നേർവഴിക്ക് നയിക്കാനും ഈ മന്ത്രം പ്രയോജനകരമാകും. ഓരോ മാതാപിതാക്കളും അവരുടെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഈ മന്ത്രം ഉപദേശിക്കുകയും അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയായി ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.